എമ്പുരാൻ സിനിമയുടെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേന് എല്ലാവരും ഓരോ ഭാഗത്തു നിന്ന് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോഹൻലാൽ ആദ്യമേ ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ മനഃപൂർവ്വം ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതൊന്നുമല്ല. ഈ ഒരു കാര്യത്തിൽ ആർക്കെങ്കിലുമൊക്കെ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഓൾ ക്രൂ അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സോ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞൊരു ഒരു പോസ്റ്റ് പോലെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയം കാര്യങ്ങളുമായിട്ടുണ്ട്. മോഹൻലാൽ മാപ്പ് പറഞ്ഞു, കാരണം സംഖ്യയ്ക്ക് മുമ്പിലൊക്കെ മുട്ടുമടക്കി എന്നൊക്കെ പറഞ്ഞ് കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും ഇതിൻ്റെ കഥാകൃത്ത്, അതായത് ഈ സിനിമ എഴുതിയ എഴുത്തുകാരനെന്ന് പറയുന്നത് മുരളി ഗോപിയാണ്. മുരളി ഗോപി എടുത്ത് കാര്യങ്ങളൊക്കെ ക്ഷമ ചോദിക്കുന്നു, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പോലും പുള്ളിക്കാരന് ക്ഷമ ചോദിക്കുന്ന ഒരു പരിപാടി, ക്ഷമ ചോദിക്കാനേ താല്പര്യമില്ല എന്നുള്ള രീതിയാണ്. അതുപോലെ തന്നെ കുറേയധികം ആൾക്കാർ പറയുന്ന ഒരു കാര്യം, മോഹൻലാൽ ക്ഷമ ചോദിച്ചതിനോട് മുരളി ഗോപിക്ക് ഒരു എതിർപ്പുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. താൻ അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യവും മുരളി ഗോപി പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല. ബട്ട് എന്നിരുന്നാൽ പോലും മുരളി ഗോപി ഒരിക്കലും മാപ്പ് പറയാൻ റെഡിയല്ല എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ കാര്യം, ഇത്രയും ഇഷ്യൂസ് നടന്നിട്ട് പോലും പൃഥ്വിരാജിനെതിരെ ഇത്രമാത്രം നെഗറ്റീവ് വന്നിട്ട് പോലും പൃഥ്വിരാജ് ഒന്നും തന്നെ മിണ്ടിയിട്ടോ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അദ്ദേഹം ഓരോ ദിവസം എത്ര രൂപ കളക്ട് ചെയ്തു, ഇതിനെക്കുറിച്ചുള്ള പോസ്റ്റ് അല്ലാതെ ഇതിന് പ്രശ്നങ്ങൾക്കൊന്നും മറുപടിയൊന്നും തന്നെ കൊടുക്കുന്നില്ല. ഇത് തന്നെ വെച്ച് പറയാൻ പറ്റുന്നുണ്ട് ഇവർക്കൊന്നും ഇത് വലിയ പ്രശ്നമോ കാര്യങ്ങളോ ആയിട്ടൊന്നും എടുക്കുന്നില്ല. എത്രമാത്രം നെഗറ്റീവ് അവർക്കെതിരെ വന്നാലും അതൊന്നും അവർക്ക് വലിയ പ്രശ്നമായിട്ട് തന്നെ എടുക്കുന്നില്ല എന്ന് തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കുറേ അധികം പേര് ഒരു മുരളി ഗോപിക്കായാലും ഭയങ്കരമായിട്ട് സപ്പോർട്ടോ ഇത്രയൊക്കെ ഇഷ്യൂ വന്നിട്ട് പോലും മാപ്പോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് മുരളി ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെന്ത് വിചാരിക്കുന്നു? മുരളി ഗോപി മാപ്പ് പറയണോ അതോ പറയണ്ടേ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഉള്ളത്? കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.